നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മലയാളം സെക്കൻഡ് യൂണിറ്റ് കാഴ്ച എന്നതിലെ 5 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ക്വിക്ക് റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. കാരണം നാളെ എക്സാമാണ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് ഓടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് കായലരികത്ത് എന്നുള്ളൊരു ഗാനമാണ്. ഈ ഗാനം മെയിനായിട്ട് വന്നിരിക്കുന്നത് നീലക്കുയിൽ എന്ന മൂവിയിൽ നിന്നാണ് ഈ ഗാനം വന്നിരിക്കുന്നത്. പ്രശസ്തമായൊരു ഗാനമാണ്. ഇതിൽ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് തനി നാടൻ ഭാഷാ ശൈലിയും അതുപോലെ തന്നെ മാപ്പിള ശൈലിയൊക്കെയാണ്. വാമൊഴികളൊക്കെ വളരെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നതും അതുപോലെ തന്നെ തനി നാടനായിട്ടുള്ള ഭാഷകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ പാട്ടുകളെ പോലെ ഓരോ സീൻസും ഓരോ അവിടെ വെച്ചിട്ടല്ല. ഇതൊരു പാട്ട് ഫുള്ള് കടലിനെ മാത്രം പശ്ചാത്തലമാക്കിക്കൊണ്ട് രചിച്ചൊരിതാണ്. ഒരു കാമുകൻ വല നെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാമുകി കടന്നു പോവുകയാണ്. അപ്പോൾ അവളോട് പറയാനുള്ള കുറേ കാര്യങ്ങൾ ഈ പാട്ടിലൂടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാട്ടിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾക്ക് വരുന്ന ചാപ്റ്ററാണ് സിനിമയും സമൂഹവും എന്നത്. ഇതൊരു കമ്പാരിസണാണ്. അതായത് സിനിമയും സമൂഹവും തമ്മിൽ കമ്പയർ ചെയ്യാണ്. സിനിമയിൽ എന്തൊക്കെയാണ്, സമൂഹത്താകുമ്പോൾ ഇങ്ങനെ നടക്കോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങൾ. സിനിമയിലെ ഒരു പാട്ട് കൊണ്ട് തന്നെ ഒരു ജീവിതം തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും അങ്ങനെ നടക്കില്ല. അതുപോലെ തന്നെ ചില സവിശേഷതകളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാട്ട് അങ്ങനെയുള്ള സംഭവങ്ങളില്ല. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല. ഓരോ പാട്ടുകളിലൂടെ ഒരു ജീവിതം തന്നെ അവർ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ എപ്പോഴും ട്വിസ്റ്റ് അതുപോലെ ലാസ്റ്റ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഹാപ്പി എൻഡിങ് ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ സമൂഹത്ത് അങ്ങനെയല്ല, എല്ലാം ഹാപ്പി എൻഡിങ് ആവണമെന്നില്ല. അങ്ങനെ ഭയങ്കര വേറിട്ട കുറേ ഒരു കമ്പാരിസൺ ആണ്. പക്ഷേ ഭയങ്കര വേറിട്ട ഡിഫറൻസസ് ആണ് സിനിമയ്ക്കും സമൂഹത്തിനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് അതുമായിട്ട് ഡിഫൈൻ ചെയ്ത് കുറേ പോയിൻറ്റ്സ് ഇവിടെ എഴുതണം. അടുത്തത് ചാപ്റ്റർ എന്ന് വെച്ചാൽ കളവ് ബോയ് സൈക്കിൾ എന്നാണ്. ഇതൊരു മൂവിയാണ് കേട്ടോ. യൂട്യൂബിലുണ്ട്. നിങ്ങളിത് കാണാൻ പറ്റുമെങ്കിൽ മാക്സിമം എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഇതിൽ ഹീറോ എന്ന് പറയുന്നത് ഉപജീവന മാർഗത്തിനായ ഒരു ജോലി അന്വേഷിച്ച് പോകും. അപ്പോൾ അവസാനം അദ്ദേഹത്തിന് ജോലി, അത് പണ്ട് കാലത്തെ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ജോലി അന്വേഷിച്ച് പോവുകയാണ്. അവസാനം ഒരു ജോലി കിട്ടും, പോസ്റ്റ്മാനായിട്ട് ജോലി കിട്ടും. അങ്ങനെ ജോലി കിട്ടുമ്പോൾ സൈക്കിൾ ഇല്ലാതെ ആ ജോലി ചെയ്യാൻ പറ്റില്ല എന്നവർ പറയും. അപ്പോൾ ഈ സൈക്കിൾ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കഷ്ടപ്പാടുകളൊക്കെ ഒരുപാട് അനുഭവിച്ച് ഒരു സൈക്കിൾ മേടിക്കും. ആ സൈക്കിൾ അവസാനം കളവ് പോവുകയാണ്. അങ്ങനെ കളവ് പോയിട്ട് ഇദ്ദേഹം കുറേ അന്വേഷിച്ച് നടക്കും. ലാസ്റ്റ് സൈക്കിൾ അദ്ദേഹം കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇദ്ദേഹം മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയും. അങ്ങനെ അവസാനം സ്വന്തം സൈക്കിൾ വേറൊരാളുടെ കയ്യിലുണ്ട് എന്നറിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം സ്വയം കള്ളനായി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കൈപ്പാട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. നമ്മുടെ വയലുകളുണ്ടല്ലോ, അതിൻ്റെ കുറേ സ്പെഷ്യാലിറ്റീസ്, അതുപോലെ തന്നെ ഓരോ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് വയലുകൾക്ക് സംഭവിക്കുന്ന ഓരോരോ എന്താ പറയുക പ്രതിഭാസങ്ങൾ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. മെയിനായിട്ട് നമുക്കറിയാലോ ഈ കാലഘട്ടത്തിനനുസരിച്ച് വയലിൽ വരുത്തുന്ന കുറേ മാറ്റങ്ങൾ, അതുപോലെ നമ്മൾ ഈ വരമ്പ് ഇങ്ങനെ പൊട്ടിക്കുക അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡോക്യുമെൻ്ററി, കൂടുതലും വയലിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് കൈപ്പാട് എന്നുള്ളത്. പിന്നെ അടുത്ത ലെസൺ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ. ഇതൊരു ഹാസ്യ ചിത്രമാണ്. ഇതിൽ മെയിനായിട്ട് ഹസ്ന എന്നുള്ളൊരു പെൺകുട്ടിയെ ആസ്പദമാക്കിക്കൊണ്ട് രചിക്കണം. 5.5 വയസ്സ് മാത്രമാണ് ഹസ്നയ്ക്കുള്ളത്. പക്ഷേ ഈ കുട്ടീൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അന്ധതയാണ്. കാരണം കാഴ്ചയില്ല ആ കുട്ടിക്ക്. അപ്പോൾ കേൾക്കുക അവളുടെ ഒരു ഇമാജിനേഷനിലായിരിക്കും അവളെല്ലാം ചെയ്യാറ്. പിന്നെ അവളുടെ ഇമാജിനേഷനിൽ എല്ലാത്തിനും കറുപ്പ് നിറമായിരിക്കും കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ അവൾ സ്വയം ഭാവനയിലും സൃഷ്ടിയിലുമാണ് ഓരോന്നും കാണുന്നതും മനസ്സിലാക്കുന്നതൊക്കെ. പിന്നെ അവൾക്ക് അച്ഛനില്ല, അവൾക്ക് അമ്മ മാത്രമാണുള്ളത്. അമ്മ ഇങ്ങനെ വീട് പണിക്ക് പോകുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ഒപ്പം ഹസ്ന പോവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവസാനം ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അവസാനം എന്ന് പറയുന്നത് വികസനം കാരണം പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഹസ്നയ്ക്ക് കാഴ്ചയില്ല, അതിന് ഭയങ്കര ബുദ്ധിമുട്ട് അവൾ കുറേ അനുഭവിക്കുന്നുണ്ട്. കൂട്ടുകാരത്ത് കളിക്കുമ്പോഴൊക്കെ അവളിങ്ങനെ കളർ പറയും. അപ്പോൾ അവർ കളറൊക്കെ പറഞ്ഞു കൊടുക്കും. അവൾ ഓരോന്നിനും കളർ ചോദിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവൾക്കത് ഏതാണെന്ന് അറിയുന്നില്ല. എങ്കിലും അവളുടെ മനസ്സിൽ ഓരോന്ന് ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാഴ്ചയുടെ ഇമ്പോർട്ടൻസ് വിവരിക്കുന്നതൊക്കെയാണിത്. ഇപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് 2 കാഴ്ച എന്നുള്ളതാണ്. ഞാൻ ഫാസ്റ്റായിട്ടൊരു ക്വിക്ക് റിവിഷനാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് റിമെമ്പർ ചെയ്യാനുള്ള പോയിൻറ്റ്സ് ആണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇതെങ്കിലും കേട്ടിട്ട് നമ്മൾ ഈ പോയിൻറ്റിനെ തന്നെ സ്റ്റഫിൾ ചെയ്ത് എക്സാം എഴുതേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.